ശ്രീ ജോബ് മൈക്കിൾ, നിങ്ങൾക്ക് 3 മിനിറ്റ്. സാർ, 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിനെ ഞാൻ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണം. സാർ, കേന്ദ്ര ബഡ്ജറ്റ് ഈ മാസം 1-ാം തീയതി അവതരിപ്പിച്ചു. ഇവിടെ കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് എന്താണ് ലഭിച്ചത് സാർ? എയിംസ് ഇല്ല. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടി എയിംസ് ഇല്ല. അതിന് പകരം കേരളത്തിലെ കടലിലുള്ള കടലാമകൾക്ക് എയിംസ് എന്നാണ് പറയുന്നത്. സാർ, ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്, സഹമന്ത്രി. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എയിംസ് വരും. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിലുമുള്ള അനക്കം പോലും നമുക്കാർക്കും കേൾക്കാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, ഈ ബഡ്ജറ്റിൽ കൂടി ക്ഷേമത്തിനും വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് സാർ ഇപ്പോൾ അവതരിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുണ്ടായ ഉയർച്ച നാം കാണാതെ പോകരുത്. അതിനുള്ള കാരണം കഴിഞ്ഞ 10 വർഷമായി നടത്തിവരുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് സാർ. കിഫ്ബിയിലൂടെ പണം കണ്ടെത്തി വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയവരാണ് സാർ ഇവിടുത്തെ പ്രതിപക്ഷം. കിഫ്ബി മുഖാന്തരം നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ ക്രെഡിറ്റ് എടുക്കുവാൻ ഇപ്പോൾ 140 നിയോജകമണ്ഡലത്തിലെ MLA-മാർ മത്സരിക്കുക. വിഴിഞ്ഞം തുറമുഖം കഴിഞ്ഞ 10 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കി. 2ാം ഘട്ട പണി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. സാർ, ഇവിടെ 50 വയസ്സ് കഴിഞ്ഞ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുവാൻ ഈ സർക്കാരെടുത്ത തീരുമാനം ഒരു പത്രത്തിലും വന്നില്ല. അതിനെപ്പറ്റി ഒരു പത്രങ്ങളും എഴുതിയില്ല. പക്ഷേ ആ തീരുമാനത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് സാർ. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാൻ മറ്റൊരു കാര്യം റബ്ബറിൻ്റെ വില സംബന്ധിച്ചാണ് സാർ. പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. ഇടതുപക്ഷ സർക്കാർ പല അവസരത്തിലായി റബ്ബറിൻ്റെ വില കൂട്ടി ഇപ്പം 150 നിന്ന് 200 എത്തിച്ചു. സാർ, റബ്ബറിൻ്റെ വില റബ്ബർ കർഷകർക്ക് വേണ്ടി 250 ആക്കണമെന്ന് ഞാൻ ശക്തമായി ഈ സഭയിൽ ആവശ്യപ്പെടുകയാണ് സാർ. കേരളത്തിലെ റബ്ബർ കർഷകന് വേണ്ടി ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ 250 രൂപ വില വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ റബ്ബർ കർഷകരെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ റബ്ബർ കർഷകർക്ക് ആശ്വാസം എത്തിക്കുവാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി പറയും. നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിക്കൊണ്ടിരുന്ന മാറ്റങ്ങൾ, ഡിഗ്രി വിദ്യാഭ്യാസം വരെ കേരളത്തിൽ സൗജന്യമാക്കുവാൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പം നിലവിൽ 35 വയസ്സ് കഴിഞ്ഞ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ട്രാൻസ്ജെൻഡർ വുമൻസ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കാനുള്ള പദ്ധതി, ആ പദ്ധതിയും കേരളത്തിലെ ജനങ്ങൾ വളരെയധികം ആവേശത്തോടെ സ്വീകരിക്കും സാർ. വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന പദ്ധതി 1000 രൂപ, അതും കേരളത്തിലെ ജനങ്ങൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ആവേശത്തോടെ സ്വീകരിക്കും. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു. LDF സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആശാവർക്കർമാർ ഓണറേറിയം 9 ഇരട്ടിയായിട്ടാണ് സാർ വർദ്ധിപ്പിച്ചത്. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് നമ്മുടെ സംസ്ഥാനമാണ് സാർ. ഹെൽപ്പർമാരുടെ വേതനം, സാക്ഷരതാപരരുടെ വേതനം, പ്രീ പ്രൈമറി അധ്യാപക വേതനം, സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം, അതോടൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാർക്ക് 2000 രൂപയുടെ വേതന വർധനമാണ് നമ്മൾ നൽകിയത്. അപ്പോൾ ഈ രീതിയിലെല്ലാം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി വളരെയധികം ക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള ഈ ബഡ്ജറ്റിനെ ഇവിടെ പ്രതിപക്ഷം പിന്തുണയ്ക്കാതിരിക്കുന്നത് കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി പറയേണ്ടി വരും. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പറയാതിരിക്കാൻ വേണ്ടിയാണ് സാർ അവരെ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പങ്കെടുക്കാതെ ഈ സമ്മേളനത്തിൽ നിന്ന് വിട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി സംസ്ഥാന സർക്കാർ റബ്ബർ വില വർദ്ധിപ്പിക്കുവാൻ തയ്യാറാകണം. 250 രൂപയ്ക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബഡ്ജറ്റിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു.